നമസ്കാരം. ഡിഫറൻഷിയേഷൻ്റെ 15ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ആണ് പഠിച്ചത്. 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുകളെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറച്ചിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുകൾ ചെയിൻ റൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൂടി വരുന്ന പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ തന്നെ ഡിഫറൻഷിയേഷൻ്റെ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ പ്രോബ്ലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു. ആ ചാപ്റ്ററിൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 - x² / 1 + x², ഇതുപോലെയുള്ള പ്രോബ്ലംസ് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ചിട്ട്, അതായത് എക്സിന് പകരം സൈൻ തീറ്റ എന്നോ കോസ് തീറ്റ എന്നോ ടാൻ തീറ്റ എന്നോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ട്രിഗണോമെട്രിക് ഫോർമുലകളുടെ സഹായത്തോടു കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ അത്തരത്തിലുള്ളത് ചെയ്തിട്ടുണ്ട്. ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ സഹായത്തോടെ ചെയ്തതാണ്. അപ്പോൾ അത്തരം പ്രോബ്ലംസ് അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രോബ്ലങ്ങൾ ഡിഫറൻഷിയേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആവശ്യമായി വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറൻഷിയേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് 1 - x² / 1 + x². ഈ പ്രോബ്ലം നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 1 - x² / 1 + x² യു എന്നെടുത്താൽ കോസ് ഇൻവേഴ്സ് യു എന്ന് പറയുന്ന ഫോമാണ്. കോസ് ഇൻവേഴ്സ് യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, -1/√1 - u². അപ്പോൾ അതനുസരിച്ച് -1/√1 - u² എന്ന് പറഞ്ഞാൽ ഈ 1 - x² / 1 + x² ഹോൾ എന്നാവും. ഇൻറ്റു പിന്നെ നമ്മൾ 1 - x² / 1 + x² ഡെറിവേറ്റീവ് എടുക്കണം. അതിന് കോഷ്യൻ റൂൾ ഉപയോഗിക്കണം. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. നമ്മൾ ഈ പ്രോബ്ലം അങ്ങനെ ചെയ്യുന്നില്ല. പകരം ഇതിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ സഹായത്തോടെയാണ് ചെയ്തത്. ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ഫോമിലേക്ക് മാറുകയും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. അപ്പോൾ ഈ പ്രോബ്ലം അതിന് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അവിടെ നമ്മൾ ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈ ഫോമിലേക്ക് മാറ്റിയാണത് ചെയ്തത്. അപ്പോൾ അവിടെ കുറേ ഫോമുലകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ 1 - tan² θ / 1 + tan² θ ദാറ്റ് ഈസ് ഈക്വൽ ടു cos 2θ എന്നൊരു ഫോമുലയുണ്ട്. 1 - tan² θ / 1 + tan² θ cos 2θ. ഈ 1 - tan² θ / 1 + tan² θയുമായി ഈ എക്സ്പ്രഷൻ എന്ന് കമ്പയർ ചെയ്താൽ 1 - x² / 1 + x² എന്ന എക്സ്പ്രഷൻ എന്ന് കമ്പയർ ചെയ്താൽ നമ്മൾ എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്താൽ അവിടെ 1 - tan² θ / 1 + tan² θ എന്നാവും. അങ്ങനെ ആയാൽ അതിന് cos 2θ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് കോസ് ഇൻവേഴ്സ് cos 2θ എന്നാവും. അങ്ങനെ വന്നാൽ അതിനെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു മാർഗ്ഗമാണ് നമ്മളിവിടെ സ്വീകരിക്കാൻ പോകുന്നത്. നമ്മൾ അവിടെ സെക്കൻഡ് ചാപ്റ്ററിൽ ചെയ്തതാണ് ഇത്തരം പ്രോബ്ലം. അത് സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് 1 - x² / 1 + x² ആണ്. അതിന് നമ്മൾ y എന്നെടുത്തു. അപ്പോൾ ലെറ്റ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - x² / 1 + x². എക്സിന് ടാൻ തീറ്റ കൊടുത്തു. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1 - tan² θ / 1 + tan² θ എന്നായി. 1 - tan² θ / 1 + tan² θ എന്ന് പറയുന്നത് cos 2θ ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് cos 2θ, കോസ് ഇൻവേഴ്സ് cos 2θ ഈസ് ഈക്വൽ ടു 2θ. അവിടെ നമ്മൾ തീറ്റ എക്സിനാണ് നമ്മൾ ടാൻ തീറ്റ എന്ന് കൊടുത്തത്. അവിടെ നിന്ന് നമ്മൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 × tan ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്താ സംഭവിച്ചത്? തന്നിരുന്ന ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് 1 - x² / 1 + x² ആണ്. അതിനാണ് y എന്നെടുത്തത്. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 2 tan ഇൻവേഴ്സ് എക്സ് എന്ന ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് ആയി. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ചെയ്തതാണ്. ഈ സിംപ്ലിഫിക്കേഷൻ സെക്കൻഡ് ചാപ്റ്ററിൽ ചെയ്ത് അതേ സെയിം പ്രോബ്ലം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് അത് തന്നെ ഇവിടെയും ചെയ്ത്. ഇതുവരെ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്തിട്ടില്ല.
ഇപ്പോൾ നമ്മൾ ചെയ്തത് സെക്കൻഡ് ചാപ്റ്ററിൽ ഉപയോഗിച്ച് പഠിച്ച സിംപ്ലിഫിക്കേഷൻ മാത്രമാണ് ചെയ്തത്. ഇപ്പം നോക്കിയേ, ഇപ്പോൾ നേരത്തേതിനേക്കാളും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ഫോമിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്? dy/dx = 2 tan inverse x 2 കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോമാ. അവിടെ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു tan inverse എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ, ദറ്റ് ഈസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ നിങ്ങൾ ഈ സിംപ്ലിഫിക്കേഷൻ നടത്താതെ നമുക്ക് നേരിട്ട് ഇവിടെ വെച്ച് ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പോയെങ്കിൽ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവുമായിരുന്നു. അതാണ് ഈ സിംപ്ലിഫിക്കേഷൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള പ്രോബ്ലങ്ങളെല്ലാം അവിടെ എല്ലാം നമ്മൾ സിംപ്ലിഫിക്കേഷനാണ് പഠിച്ചത്. ആ പ്രോബ്ലങ്ങളെല്ലാം നമുക്ക് എക്സാമിന് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് കണ്ടു നോക്കാം. അതിവിടെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. tan inverse of 1/√(x²- 1) ഇവിടെ ചെയ്യാൻ പോണത് എക്സിന് കൊസീക്ക് തീറ്റ എന്ന് കൊടുക്കും. എന്തുകൊണ്ടാണ് എന്ന് 2 സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും. എക്സിന് കൊസീക്ക് തീറ്റ എന്ന് കൊടുക്കുമ്പോൾ തീറ്റ = കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ തന്ന ഫംഗ്ഷൻ ഇതാണ്, അതിനെ y എന്നെടുത്തു. ലെറ്റ് y = tan inverse 1/√(x²- 1). എക്സിനാണ് നമ്മൾ കൊസീക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ tan inverse 1/√(cosec² θ - 1) നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് കണ്ടതാണല്ലോ. cosec² θ - 1 ഫോർമുലയുണ്ട് cot² തീറ്റയ. അപ്പോൾ tan inverse of 1/√cot² θ. √cot² θ cot തീറ്റയാണ്. അപ്പോൾ tan inverse 1/cot θ. 1/cot θ tan തീറ്റയാണ്. tan inverse tan θ എന്ന് വരും. tan inverse tan θ = θ. What is θ? നമ്മൾ നേരത്തെ കണ്ടല്ലോ തീറ്റ എന്താണെന്ന്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ? എക്സിനല്ലേ കൊസീക്ക് തീറ്റ എന്ന് കൊടുത്തത്. അപ്പോൾ തീറ്റ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പോൾ തീറ്റയ്ക്ക് പകരം കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് സംഭവിച്ചു? y ഈ തന്നിരുന്ന ഫംഗ്ഷനാണല്ലോ y എന്നെടുത്തത്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടിയത്. അപ്പോൾ y = കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇനി ഒന്ന് നോക്കൂ, ഗിവൺ ഫംഗ്ഷൻ ആയിരുന്നു tan inverse 1/√(x²- 1). അവിടെ വെച്ച് നമ്മൾ നേരിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പോയിരുന്നെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. dy/dx = കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് -1/x √(x²- 1). അപ്പോൾ ഇതുപോലെയുള്ള ആ സെക്കൻഡ് ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ള ഈ സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം തന്നെ ഡിഫറൻഷിയേഷന് വേണ്ടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് അവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്തതുപോലെ സിംപ്ലിഫൈഡ് ഫോമിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഡിഫറൻഷിയേഷൻ പുതുതായിട്ട് ഇവിടെ പഠിച്ചിട്ട കാര്യമല്ല ഡിഫറൻഷിയേഷൻ. ഈ സിംപ്ലിഫിക്കേഷൻ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ച കാര്യമാണ്. പുതുതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഞാൻ എൻ്റെ ഹിൻഡ് ഒന്നും ഞാൻ പറയണില്ല, കാരണം സെക്കൻഡ് ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കിക്കഴിയുമ്പോൾ ഈ 3 പ്രോബ്ലങ്ങളും ചെയ്യുന്ന മാർഗം നിങ്ങൾക്ക് പിടികിട്ടും. അവിടെ എല്ലാം ട്രിഗണോമെട്രിക് ഫോമുലകളുടെ സഹായത്തോടു കൂടിയാണ് അതെല്ലാം ചെയ്യുന്നത്. ആ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, tan inverse of 1 - cos x/sin x. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുമില്ല. കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ നമുക്ക് എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് ചെയ്തത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുമില്ല. പിന്നെയോ ട്രിഗണോമെട്രിക് ഫോമുലകൾ ഉപയോഗിച്ച് സിംപ്ലിഫിക്കേഷൻ. ഇതും നമ്മൾ ചെയ്തിട്ടുള്ള. ഇവിടെയും നമ്മൾ ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോയാൽ പ്രയാസമാണ്. ചെയിൻ റൂളും കോഷ്യൻ റൂളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യാൻ 1 - cos x = 2 sin² x/2 ഫോമുലയാണ്. അതുപോലെ sin x = 2 sin x/2 cos x/2 അതും ഫോമുലയാണ്. അത് രണ്ടും ഉപയോഗിക്കാൻ പോവാം. അപ്പോൾ തുടങ്ങാം. ഈ ഗിവൺ ഫംഗ്ഷനെ y എന്നെടുത്തു. ലെറ്റ് y = tan inverse 1 - cos x/sin x. ദാറ്റ് ഈസ് tan inverse 1 - cos x-നെ 2 sin² x/2 എന്നെടുത്തു. ബൈ sin x-നെ നമ്മൾ 2 sin x/2 cos x/2 എന്നെടുത്തു. അപ്പോൾ എന്ത് കിട്ടി? tan inverse ഓഫ് 2 അങ്ങ് ക്യാൻസലായി പോകും. sin x/2 മുകളിൽ sin² ഉണ്ടല്ലോ, അതിലൊരു സൈൻ ഒരെണ്ണമായിട്ട് ക്യാൻസലായി പോകും. പിന്നെ sin x/2 cos x/2 എന്നാണ് കിട്ടുക. അപ്പോൾ tan inverse ഓഫ് sin x/2 cos x/2. ഇറ്റ് ഈസ് tan inverse ഓഫ് sin x/2 cos x/2 എന്ന് പറഞ്ഞാൽ tan x/2. tan inverse tan x/2. tan inverse tan x/2 ഈസ് x/2. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ y = x/2. x/2 എന്ന് പറഞ്ഞാൽ 1/2 × x എന്നാണ്. ഇനി ഡെറിവേറ്റീവ് എഴുതാൻ എളുപ്പമാണ്. dy/dx = 1/2 × x കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ അല്ലേ, 1/2 × x അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ 1/2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1 ആണ്. 1/2 × 1 = 1/2. ഒരു ക്വസ്റ്റ്യൻ, ഇഫ് √1 - x², ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഇഫ് √1 - x² പ്ലസ് √1 - y² = a × x - y, where a is a constant, prove that dy/dx =
റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. സ്പെഷ്യൽ ടൈപ്പ് ആണെന്ന് പറയാൻ കാര്യം, ഇവിടെ നമുക്കിതിനെ നേരിട്ട് ഡിഫറൻഷിയേഷൻ നടത്താം. ഇപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിനെ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്താൽ റൂട്ട് യു എന്ന് പറയുന്ന ഫോമാണ്. 1/2 റൂട്ട് യു ആണ് ഡെറിവേറ്റീവ്. അപ്പോൾ 1/2 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇനി 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അത് 1 × 0 മൈനസ് എക്സ് സ്ക്വയർ ഉള്ളത് 2x അങ്ങനെ എഴുതാം. പ്ലസ് അതേപോലെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, റൈറ്റ് സൈഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ ഇത് സിംപ്ലിഫൈ ചെയ്ത് ഈ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ഈ ആൻസറിൽ കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് എത്തില്ല. നമുക്കൊരു dv/dx കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ഈ ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. ഇത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അത് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലമാണെന്ന് പറഞ്ഞു. ഇത് ചെയ്യാൻ പോണത് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് ഓർത്ത് വയ്ക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്ത് വയ്ക്കുക മാത്രമേ വഴിയുള്ളൂ. സ്പെഷ്യൽ ടൈപ്പ് ആകുമ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് പ്രത്യേകം തന്നെ ഓർത്ത് വയ്ക്കുക. ചെയ്യാൻ പോണത് പുട്ട് എക്സ്, ഈ എക്സിന് പകരം സൈൻ എ എന്നും വൈക്ക് പകരം സൈൻ ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എ ആൻഡ് വൈ ഈക്വൽ ടു സൈൻ ബി. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എ അല്ലെങ്കിൽ എ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നും അതേപോലെ ഇവിടെ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ എന്നും കിട്ടും. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇക്വൽ എ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഞാൻ എക്സിന് പകരം സൈൻ എയും വൈക്ക് പകരം സൈൻ ബി കൊടുക്കുകയാണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സൈൻ എ ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ എന്നാവും. പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സൈൻ ബി ആയതുകൊണ്ട് അത് സൈൻ സ്ക്വയർ ബി എന്നാവും, വൈ സ്ക്വയർ ഇക്വൽ എ ഇൻറ്റു എക്സ് സൈൻ എ മൈനസ് വൈ സൈൻ ബി. ഇപ്പോൾ എ ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി. 1 മൈനസ് സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ആണ്, ട്രിഗണോമെട്രിക് ഫോർമുലയാണ്. അപ്പോൾ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എന്നാവും. പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർ ബി കോസ് സ്ക്വയർ ബി ആണ്, അപ്പോൾ അത് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ബി എന്നാവും. ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി എന്ന് ആവും. കോസ് സ്ക്വയർ എയുടെ റൂട്ട് എടുത്താൽ കോസ് എ എന്ന് വരും, കോസ് സ്ക്വയർ ബിയുടെ റൂട്ട് എടുത്താൽ കോസ് ബി എന്ന് വരും. അപ്പോൾ കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു എ ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി എന്നാവും. കോസ് എ പ്ലസ് കോസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി. വീണ്ടും ട്രിഗണോമെട്രിക് ഫോർമുലയാണ് കോസ് എ പ്ലസ് കോസ് ബി. അതൊരു ഫോർമുലയാണ്. 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 ഈക്വൽ ടു എ ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി. അതിനും ഫോർമുലയുണ്ട്, സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. രണ്ടും ഫോർമുലയാണ്. നമ്മൾ കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എക്സ് മൈനസ് കോസ് വൈ, അതുപോലെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ, ഇതിനൊക്കെ നമ്മൾ ഫോർമുലകൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു ഫോർമുലയാണ് ഈ സൈൻ എ മൈനസ് സൈൻ ബി. 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. ഇവിടെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ഉണ്ട്, ക്യാൻസലായി പോകും. രണ്ടിടത്തും കോസ് എ പ്ലസ് ബി ബൈ 2 ഉണ്ട്, അതും ക്യാൻസലായി പോകും. അപ്പോൾ 2 കോസ് എ പ്ലസ് ബി ബൈ 2 ലെഫ്റ്റിൽ നിന്ന് ക്യാൻസലായി, 2 കോസ് എ പ്ലസ് ബി ബൈ 2 റൈറ്റിൽ നിന്ന് പോയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പിന്നെ കോസ് എ മൈനസ് ബി ബൈ 2 ഈക്വൽ ടു എ സ്മോൾ എ ഇൻറ്റു, ഇതാണ് പോയത്. 2 കോസ് എ പ്ലസ് ബി ബൈ 2 ആണ് പോയത്. പിന്നെ സൈൻ എ മൈനസ് ബി ബൈ 2 എന്ന് വരും. കോസ് എ മൈനസ് ബി ബൈ 2 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ഈ സൈൻ എ മൈനസ് ബി ബൈ 2 എടുത്തിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ എ മൈനസ് ബി ബൈ 2 ഇസ് ഈക്വൽ ടു എ എന്നാവും. കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ എ മൈനസ് ബി ബൈ 2 ഈക്വൽ ടു എ. കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ് അല്ലേ, അപ്പോൾ കോട്ട് എ മൈനസ് ബി ബൈ 2 ഇസ് ഈക്വൽ ടു എ. ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എ മൈനസ് ബി ബൈ 2 ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എ. 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 കോട്ട് ഇൻവേഴ്സ് എ. ഈ എയും ബിയും ഉണ്ടായിരുന്നതല്ല, സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നതാണ്. അത് തിരിച്ച് മാറ്റണം. നമുക്കറിയാമല്ലോ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എ എന്നും വൈ ഈക്വൽ ടു സൈൻ ബി എന്നുമാണ്. അവിടുന്ന് എ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സും ബി എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ എക്സ്പ്രഷനിൽ എയ്ക്കും ബിക്കും പകരം സൈൻ ഇൻവേഴ്സ് എക്സും സൈൻ ഇൻവേഴ്സ് വൈയും കൊടുക്കണം. അപ്പോൾ എന്താവും? എക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സും ബിക്ക് പകരം സൈൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു 2 കോട്ട് ഇൻവേഴ്സ് എ. ഇപ്പോൾ ഈ നേരത്തെ തന്നിരുന്ന ഇക്വേഷനെ അപേക്ഷിച്ച് വളരെ സിംപ്ലിഫൈഡ് ഫോം ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മൾ ഒരു ഡിഫറൻഷിയേഷൻ നടത്തിയില്ല, ഓൺലി സിംപ്ലിഫിക്കേഷനാണ് നടത്തിയത്. ഇനി ഡിഫറൻഷിയേറ്റീവ്, നൗ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചതാണ്. 1/√(1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ. സൈൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുമ്പോൾ അത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ 1/√(1 മൈനസ് വൈ സ്ക്വയർ
ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡാണ് ശ്രദ്ധിക്കേണ്ടത്. എ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് തന്നിട്ടുണ്ട്. എ കോൺസ്റ്റന്റ് ആകുമ്പോൾ കോട്ട് ഇൻവേഴ്സ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2 കോട്ട് ഇൻവേഴ്സ് എ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. അല്ലാതെ നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ -1 എന്നെടുക്കുന്നത് പോലെ എടുത്തു കളയരുത്. -1 ബൈ a ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ -1 എന്ന് എടുക്കരുത്. കാരണം കോൺസ്റ്റന്റ് ആണ്, അവരുടെ ഡെറിവേറ്റീവ് 0 എന്നാണ് വരിക. അപ്പോൾ ഈക്വൽ ടു 0 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓർക്കാതെ നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പോലെ എടുത്ത് വെച്ച് കളയും. അങ്ങനെ എടുക്കരുത്. കാരണം എ കോൺസ്റ്റന്റ്, അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എ കോൺസ്റ്റന്റ്, അപ്പോൾ 2 കോട്ട് ഇൻവേഴ്സ് എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ഈ ടേം റൈറ്റിലേക്ക് മാറ്റുക. അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇത് ഇങ്ങോട്ട് ക്രോസിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇങ്ങനെ ചെയ്ത് നേരിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ ആൻസർ കിട്ടില്ല. ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ചെയ്താൽ മാത്രമേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്രോബ്ലം സ്പെഷ്യൽ ടൈപ്പ് എന്ന രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡിഫറൻഷ്യേഷൻ ഇതുകൊണ്ട് തരികയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്തോളണം, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ സിംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ച പ്രോബ്ലങ്ങളെല്ലാം തന്നെ ഡിഫറൻഷ്യേഷനിലും ചോദിക്കാം എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ് തുടർന്ന് നിർത്തുന്നു. താങ്ക് യു.